أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ സന്ദർഭങ്ങളിലും സാമൂഹികവും കുടുംബപരവും സാമ്പത്തികവും തുടങ്ങി എല്ലാ ജീവിത മേഖലകളിലും പാലിക്കുവാനും സൂക്ഷിക്കുവാനും എന്നോടും നിങ്ങളോടും പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു അവന്റെ സ്വർഗാവകാശികളായി ജീവിച്ചു മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വ്യക്തികളും കുടുംബങ്ങളും ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് സ്നേഹശൂന്യതയാണ്, അസംതൃപ്തിയാണ്. നമ്മിൽ പലരുടെയും കുടുംബജീവിതം പരിശോധിച്ചാൽ വ്യക്തികളും വീടകങ്ങളും വളരെയേറെ സംഘർഷങ്ങൾ നിറഞ്ഞതാണ് എന്ന് കാണാൻ കഴിയും. പലതരം അസ്വസ്ഥതകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുടുംബജീവിതങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. വ്യക്തികളുടെ തൊഴിലിനെയും സാമ്പത്തിക അവസ്ഥകളെയും ബാധിക്കുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ കുട്ടികളുടെയും പേരമക്കളുടെയും കുടുംബജീവിതത്തെ, ദാമ്പത്യത്തെ ബാധിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ എന്നത് ഒരാഭ്യന്തര വിഷയം മാത്രമല്ലാത്ത ഒരു സാമൂഹിക പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് തന്നെ പറയാം, നമ്മുടെ മുമ്പിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ, കുറെ കേസുകളുണ്ട്. അത് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് സമാധാനമില്ലാത്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നതാണ്. നമുക്ക് പലതുമുണ്ട്. നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, നല്ല വീടും വാഹനവുമുണ്ട്, അലക്കി തേച്ച വസ്ത്രങ്ങളും പോളിഷ് ചെയ്ത് മിനുക്കിയ പാദരക്ഷകളും നമുക്കുണ്ട്. പക്ഷേ സ്വസ്ഥമായ ഒരു മനസ്സില്ല. മനസ്സറിഞ്ഞ് ചിരിച്ച കാലം മറന്നുപോയ കുറേ മനുഷ്യരുണ്ട്. മനസ്സറിഞ്ഞ് ചിരിച്ച കാലം മറന്നുപോയ കുറേ മനുഷ്യർ. അവനവനെ നഷ്ടപ്പെടുത്തിയിട്ട്, ആത്മാവറിഞ്ഞ ഒരു ചിരി നഷ്ടപ്പെടുത്തിയിട്ട്, സ്വസ്ഥതയും സംതൃപ്തിയും നഷ്ടപ്പെടുത്തിയിട്ട് നാം മറ്റെന്താണ് നേടുന്നത്? എന്താണ് ബാക്കിയാകുന്നത് നമ്മുടെ ജീവിതം? ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, എന്തിനാണ് കുടുംബജീവിതം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സമാധാനം ലഭിക്കുവാൻ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. ഇണ എന്തിനാണ്?
സമാധാനം ലഭിക്കുക. ലിതസ്കുനു സക്കീനത്ത്, സമാധാനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ് സമാധാനം. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമാണ്. പരലോകത്ത് മനുഷ്യനെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ദുനിയാവിൽ മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ സമ്പത്ത് മനസ്സമാധാനമാണ്. ഇതാണ് കുടുംബജീവിതത്തിന്റെ പൊരുൾ. കുടുംബത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകേണ്ടത്. നമ്മൾ എവിടെ പോയാലും നമുക്ക് പ്രയാസം ഉണ്ടാകും. ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ ഓടിയെത്തുന്നത് വീട്ടിലേക്കാണ്, കുടുംബത്തിലേക്കാണ്. നമ്മൾ വിളിക്കുന്നത് ഭർത്താവിനെയാണ്, ഭാര്യയാണ്, മക്കളെയാണ്, ഉപ്പയെയാണ്, ഉമ്മയാണ്. എന്തിനാണ്? എവിടെ നമുക്കുണ്ടായ ഏതൊരു പ്രയാസവും ഒരു ഫോൺ കോളിൽ ഇല്ലാതാകണം. വീട്ടിലെത്തി ഭാര്യയുടെ, ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ അതുവരെ അനുഭവിച്ച സകല കഷ്ടതകളും അലിഞ്ഞു തീരണം, അലിഞ്ഞു പോകണം. അത്രമേൽ സമാധാനമാണ് നമുക്ക് നമ്മുടെ കുടുംബം തരുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, ഉമ്മ, ഉപ്പ എന്ന് മാത്രമല്ല, അത് അടിസ്ഥാനമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വികസിച്ചു പടരുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും. ഇത് തരുന്നത് ഈ സമാധാനമാണ്. പക്ഷെ അത് മനുഷ്യനില്ല. വിവാഹം കഴിഞ്ഞു, ഇപ്പോ കുട്ടികൾ വിവാഹത്തിന് താല്പര്യം കുറയുന്നു എന്ന് എല്ലാ രക്ഷിതാക്കളും ഒരുപോലെ പരാതി പറയുന്നു. വിവാഹം എന്നത് സമാധാനം നഷ്ടപ്പെടുത്തും, എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലമാണിത്. ഇനി മക്കൾക്ക് വിവാഹം അന്വേഷിച്ചു തുടങ്ങുകയാണ്. ആ വിവാഹം അന്വേഷിച്ചു തുടങ്ങുന്നത് മുതൽ സമാധാനം നഷ്ടപ്പെടുകയാണ് ആളുകൾക്ക്. വിവാഹം ശരിയാവുന്നില്ല എന്നതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ എനിക്കറിയാം. അവർ ഭയങ്കര അസ്വസ്ഥരാണ്. വിവാഹം ശരിയാവുന്നില്ല. ഇനി വിവാഹം ശരിയായി, അപ്പൊ പിന്നെ അത് നടത്തി തീർക്കാനുള്ള കുറേ പരിപാടികളുണ്ട്. ഓരോ ദിവസവും ഒരു പുതിയ റീല് നമ്മളെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നാൽ ഒരു പുതിയ ചടങ്ങ് കല്യാണത്തിനുണ്ടാകും എന്നാണ്. അങ്ങനെ ചടങ്ങുകൾ തീർക്കണം. ഇനി കല്യാണം കഴിഞ്ഞാലോ പിന്നെ രക്ഷിതാക്കളുടെ മനസ്സിൽ ആദി കൂടുകയാണ്. കാരണം കല്യാണം കഴിയുന്ന അന്ന് മുതൽ ഇയാളുടെ സമാധാനം കൂടുതൽ നഷ്ടപ്പെടുകയാണ്. എന്താ കാരണം? ഈ ബന്ധം ശരിയാവോ, പിണക്കുണ്ടാവോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഓരോ ദിവസവും അങ്ങനെയാണ് അയാൾ കടന്നു പോകുന്നത്. ആ ഉമ്മ കടന്നു പോകുന്നു, ഉപ്പ കടന്നു പോകുന്നത്. അസ്വസ്ഥത. എന്നാ ഖുർആൻ പറയുന്നതോ ഇതൊക്കെ എന്തിനാ? സമാധാനം കിട്ടാൻ. അപ്പൊ ഈ വൈരുദ്ധ്യം എങ്ങനെയാ സംഭവിക്കുന്നത്? സമാധാനം കിട്ടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വിവാഹവും ദാമ്പത്യവും കുടുംബജീവിതവും അസമാധാനത്തിലേക്ക് വഴി തുറക്കുന്നതായി തീരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തി അത് ചികിത്സിക്കണം നമ്മൾ. സക്കീനത്ത് നമ്മൾ കണ്ടെത്തണം. സക്കീനത്ത് കണ്ടെത്തണമെങ്കിൽ എവിടെയാണ് കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ അന്തർദേശീയ വിഷയങ്ങളൊക്കെ ഒരുപാട് ചർവണം നടത്തി വമ്പം പ്രസംഗങ്ങളൊക്കെ നടത്തുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടൊന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. വ്യക്തി ജീവിതത്തിലെ സമാധാനത്തിലേക്കും തൃപ്തിയിലേക്കും പോകണമെങ്കിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അദ്ദേഹം ആദ്യം കുറെ ചോദ്യം നമ്മളോട് ചോദിക്കും, എന്നിട്ട് ഡയഗ്നോസ് ചെയ്യാൻ അയക്കും, അല്ലെ? പല സംഗതികളും പരിശോധിക്കണം, എന്നിട്ട് രോഗം എന്താണെന്ന് കണ്ടെത്തണം. രോഗം കണ്ടെത്തി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം, അതിന്റെ കോസ്. ആ കാരണങ്ങളെ ചികിത്സിക്കണം. ഇപ്പൊ കുടുംബജീവിതത്തിൽ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തുക എന്നതാണ്. എങ്കിലേ നീറിപ്പുകയുന്ന വീടുകൾ സമാധാനമുള്ളതാക്കുക. ഉറങ്ങാൻ കഴിയാത്ത രക്ഷിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെ? ഇന്ന് ഉറങ്ങാൻ കഴിയാത്ത രക്ഷിതാക്കൾ, മാറിക്കിടക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, രണ്ടുപേരും രണ്ട് റൂമിലാണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കിടക്കുന്നത്. രണ്ടുപേരും ടെൻഷനുള്ള മരുന്നും കഴിക്കുന്നു. രണ്ടാളും രണ്ട് റൂമിലാണ് വഴക്കിട്ടിട്ട് സൗന്ദര്യപ്പിണക്കം കാരണം രണ്ടാൾക്കും ടെൻഷനാണ്. രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടുപേരും ടെൻഷൻ ഫ്രീ ആവാൻ മരുന്ന് കഴിക്കുന്നു. രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നല്ല സ്നേഹവും നല്ല ബന്ധവും ഉണ്ടാവണം എന്നാണ്. പക്ഷെ അത് മാത്രം ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും സ്നേഹം വേണം. നമ്മൾ സംസാരിച്ച് നോക്കി, എല്ലാവർക്കും സ്നേഹവും സമാധാനവും വേണം. എന്നാൽ ആർക്കൊക്കെ അത് കിട്ടുന്നുമില്ല. അത് എന്തുകൊണ്ടാണ്? എല്ലാവരിടത്തും കൊടുക്കാൻ സ്നേഹമുണ്ട്, എല്ലാവരിടത്തും സ്നേഹം കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് കൊടുക്കാനുള്ള വഴി അറിയില്ല.
കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് അത് കിട്ടേണ്ട രീതി അറിയില്ല. ഇതെങ്ങനെയാണ് ഈ കൊടുക്കൽ വാങ്ങൽ, ഈ ആദാന പ്രദാനം എങ്ങനെ നടക്കണം, അതറിയില്ല എന്നതാണ്. അതിന്റെ ഗ്യാപ്പ് കൂടിക്കൂടി വരുന്നു എന്നതാണ്. അപ്പൊ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ, അതിനിടയിൽ വളരുന്ന കുട്ടികളോ, അവർക്ക് ജീവിതം തന്നെ വെറുപ്പാണ്. അവർക്ക് ജീവിതത്തോട് വെറുപ്പാണ്. വിവാഹം വേണ്ട എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ പറഞ്ഞു തുടങ്ങി. വിശേഷിച്ചും പെൺകുട്ടികൾ. നിങ്ങൾ അതിന്റെ കാരണം പഠിച്ചു നോക്കിയിട്ടുണ്ടോ? പരാതി പറയും, എന്റെ മോൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, 20 വയസ്സ് കഴിഞ്ഞു, 25ആയി, 26ആയി, ഓൾക്ക് കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അവര് കാണുന്നത് നമ്മളെയാണ്. അപ്പൊ അവർക്ക് തോന്നാണ് ഇവർ ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കണം. എന്തിനാ വെറുതെ കല്യാണം കഴിച്ചിട്ട് ഉമ്മയൊക്കെ അടി ഉണ്ടാക്കുന്നു? അതുപോലെ ഞാൻ എന്തിനാണ് സഹിക്കുന്നത്? എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ഞാൻ എന്തിനു സഹിക്കണം? അപ്പോ അവര് പഠിക്കുന്ന ഒന്നാമത്തെ അവരുടെ പാഠശാല, അവര് വിവാഹം കഴിപ്പിച്ചയക്കുന്ന കുടുംബം ഉണ്ടാകാനാണ്. ഈ കുടുംബ ജീവിതത്തെ കുറിച്ച് അവരുടെ പാഠശാല എന്താ? അവര് സയൻസ് കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ട്, അവര് മാത്സ് കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ട്, അവർ ഹ്യൂമാനിറ്റീസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അവർ ഡിഗ്രിയും PGയും PhDയും എടുത്തിട്ടുണ്ട്. ആ വിഷയമൊക്കെ അവരവിടെ പഠിച്ചു. അവിടെ പഠിക്കാത്തൊരു സാധനം എന്താ? കുടുംബജീവിതം. ഇതുവരെ പഠിക്കുന്ന എവിടുന്ന? സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും വല്യുപ്പാനെയും വല്യുമ്മാനെയും അമ്മായിനെയും അമ്മാവനെയും ഒക്കെ കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത്. ഈ കുടുംബജീവിതത്തെ കുറിച്ച് അവരുടെ പാഠശാല ഞെളിയമ്പറമ്പ് മാതിരിയാണ്. പിന്നെ അവരത് തിരഞ്ഞെടുക്കുമോ? അവരിതാണ് കാണുന്നത്. കുട്ടികൾ നല്ല വിവാഹ ജീവിതം, നല്ല ദാമ്പത്യം, നല്ല കുടുംബം നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ വഴി നമുക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കൾ, പേരമക്കൾ തുടർച്ചയായി വിവാഹമോചിതരാകുന്ന ഒരു കുടുംബമുണ്ട്. മകൻ 3 വിവാഹം കഴിച്ചു, 3 തവണയും ഡിവോഴ്സായി. മകള് 2 വിവാഹം കഴിച്ചു, 2ഉം ഡിവോഴ്സായി. ഇങ്ങനെ ഒരു കുടുംബം. അപ്പൊ എന്താ കാരണം? ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ മതി. അതിന്റെ അടിസ്ഥാന കാരണം ആ 2 മക്കളുടെയും ഉമ്മയും ഉപ്പയും നീണ്ട വർഷങ്ങൾ വഴക്കിടുകയാണ്. ഈ വഴക്കിട്ട് അവസാനം ഉപ്പ മരിച്ചപ്പോഴാണ് വഴക്ക് തീർന്നത്. ഇല്ലെങ്കിലോ പേരക്കുട്ടികളുടെ മുമ്പിലും അവർ വഴക്കിടും. ഈ വഴക്കിന്റെ ദുരന്തമാണ് മകന്റെ ഈ ഡിവോഴ്സുകൾ, മകളുടെ ഡിവോഴ്സുകൾ. അത് പിന്നെയാണ് അവരുടെ കുടുംബജീവിതത്തിൽ, അതായത് വഴക്കിട്ട് ജീവിക്കുന്ന ദമ്പതികളുടെ മക്കൾക്കുണ്ടാകുന്ന ദുരന്തം, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ മക്കൾ പിന്നെ വിവാഹിതരാകുമ്പോൾ മാത്രമേ പുറത്തു വരുള്ളൂ മിക്കപ്പോഴും. ഇത് ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ഭർത്താക്കന്മാരുണ്ട്, വീട്ടിലെത്തിയാൽ അവർക്കൊരു സമാധാനവും കിട്ടില്ല. കാരണം ഭാര്യ എപ്പോഴും വഴക്കാണ്, ഗുരുകുറുക്കലാണ്, പരാതി പറയലാണ്. ചില ഭർത്താക്കന്മാര് അവർ വൈകിയേ വീട്ടിൽ പോവുള്ളൂ, അല്ലേ? നിങ്ങൾക്കറിയാം, ചില ഭർത്താക്കന്മാർ വളരെ വൈകി വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും വീട്ടിൽ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്, വീട്ടിൽ പോകുന്നേ ഇല്ല. ചില ഭർത്താക്കന്മാർ ഗൾഫിൽ പോയാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു വരൂല, 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാ വരിക. വരുന്നില്ല എന്ന് ഭയങ്കര പരാതി പറയും. ചിലപ്പോൾ പോകുന്നില്ല എന്നും പരാതി പറയും. കാരണം പുയ്യാപ്പിള അങ്ങനെ വീട്ടിൽ തന്നെ നിന്നാലും പുയ്യാപ്പിളനെ സൽക്കരിച്ചുകൊണ്ടിരിക്കേണ്ടതുകൊണ്ട് മോളോട് ചോദിക്കും, പുയ്യാപ്പിള എന്നാ പോണത്? അതും ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ തിരിച്ചുണ്ട്. ഭർത്താവ് വീട്ടിലെത്തിയാൽ ഭാര്യയ്ക്ക് ഒരു സമാധാനവും ഇല്ല. കാരണം എപ്പോഴും കുറ്റപ്പെടുത്തലായിരിക്കും, വഴക്കായിരിക്കും. ചിലപ്പം അത് ശാരീരിക പീഡനങ്ങളിലേക്കും അടിപിടികളിലേക്കും മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. പഴയ തലമുറ ഇതൊക്കെ സഹിച്ച് ജീവിച്ചിട്ടുണ്ട്. പഴയത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന തലമുറയാണ്. നമ്മളിതൊക്കെ സഹിച്ച് ജീവിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു 30 വയസ്സ് 35 വയസ്സ് വരെയൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ സഹിച്ച് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു 35-ന് താഴോട്ട് എന്ന് നോക്കിയാൽ ഇത് സഹിക്കാൻ സന്നദ്ധരാവില്ല. 30-ന് താഴെയാണെങ്കിൽ തീരെ സന്നദ്ധരാവില്ല, അവരനുഭവിക്കില്ല. മറ്റൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അതിന് റെഡിയല്ല. സഹനം എന്നത് ഒരു വലിയ മൂല്യമായി കുടുംബജീവിതത്തിൽ കണ്ട ഒരു കാലം അത് കടന്നുപോയിരിക്കുന്നു. എന്തിനങ്ങനെ സഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. അതുകൊണ്ടുകൂടിയാണ് എന്താവുന്നത്? വിവാഹമോചനങ്ങൾ കൂടുന്നത്. അതിൽ തെറ്റുമുണ്ട്, ഒരു വശത്ത് ശരിയുമുണ്ട്. ഇതിന്റെ കാരണങ്ങളെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ എടുത്തു നോക്കുക. നമ്മുടെയൊക്കെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വഴക്കുകൾ കൂടുന്നത്?
അസ്വസ്ഥതകൾ കൂടുന്നത്, അസംതൃപ്തി പെരുകുന്നത്. അതിന് കാരണങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ മതി. നമ്മളൊരു സെൽഫ് അനാലിസിസ് എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ വിലയിരുത്തി വിശകലനം ചെയ്ത് നോക്കണം. അപ്പൊ അതിൽപ്പെട്ട ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. അതിലൊന്ന് തന്നിഷ്ടവും സ്വാർത്ഥതയുമാണ്. ഓരോ വ്യക്തിക്കും അവന്റെ ഇഷ്ടം ഉണ്ടാകും. ആ ഇഷ്ടം മറ്റൊരാളെ ബാധിക്കാത്ത കാലത്തോളം അയാൾക്ക് ചെയ്തു പോകാം. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പം തന്നിഷ്ടങ്ങൾ അത് ഒരു പ്രശ്നമാകും. സ്വാർത്ഥത അതൊരു പ്രശ്നമാകും. തനിക്ക് കിട്ടേണ്ടതൊക്കെ കൃത്യമായി കിട്ടിയിരിക്കണം. അപ്പൊ മറ്റവർക്ക് കിട്ടേണ്ടതോ അത് ഞാൻ കൊടുത്തിട്ട് വേണ്ടേ? അപ്പൊ അവകാശം മാത്രമല്ല, പിന്നെന്താ ഉള്ളത്? ബാധ്യതയും കൂടി ഉണ്ട്. അതുപോലെ തന്നെ മേധാവിത്വ മനസ്സ്, ഇത് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മേധാവിത്വ മനസ്സ്. മൂന്നാമത്തേത് കമ്പാരിസൺ. ഭാര്യയെ മറ്റു സ്ത്രീകളുമായി കമ്പയർ ചെയ്യുന്നവരുണ്ടാകും. ഭർത്താവിനെ മറ്റു പുരുഷന്മാരുമായി കമ്പയർ ചെയ്യുന്നവരുണ്ടാകും. കമ്പാരിസൺ എന്നത് ദാമ്പത്യത്തിൽ വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. പൊസസീവ്നെസ്, സ്വാർത്ഥത, ഇത് കുടുംബത്തിലെ വലിയ വഴക്കുകൾക്ക് കാരണമാകുന്ന ഒന്നാണ്. പൊസസീവ്നെസ് എന്ന് പറയും. സ്വാർത്ഥമായി എനിക്ക് മാത്രം എന്നതാണ്. അതായത് എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എനിക്കു മാത്രം. എന്റെ ഭർത്താവ് ഒരു മകനാണെന്നും ഒരു സഹോദരനാണെന്നും ഒരു അനിയനാണെന്നും ഒരു ജ്യേഷ്ഠനാണെന്നും ഒരു ഭാര്യ മനസ്സിലാക്കുമ്പം കുറെ വിശാലത കാണിക്കേണ്ടി വരും. ഒരു ഭാര്യ അവളൊരു ഉമ്മയാണെന്നും ഒരു മകളാണെന്നും ഒരു സഹോദരിയാണെന്നും ഭർത്താവ് മനസ്സിലാക്കുമ്പം അയാൾ ഒരുപാട് വിശാലത കാണിക്കേണ്ടി വരും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സ്ത്രീ വിദേശത്ത് നിന്നൊരിക്കൽ ഒരു മെസ്സേജ് അയച്ചു. അവരുടെ ഉപ്പയും ഉമ്മയും വളരെ വലിയ പ്രയാസത്തിലാണ്, രോഗാവസ്ഥയിലാണ്, നാട്ടിൽ ജീവിക്കുന്നത്. അവര് മക്കളെയുമായി ഭർത്താവിന്റെ കൂടെ ദീർഘകാലമായി വിദേശത്താണ്. ഈ ഉപ്പയെയും ഉമ്മയെയും പരിചരിക്കാൻ ആരുമില്ല. ഇവർക്ക് നാട്ടിൽ വന്ന് കുറച്ചു കാലം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഭർത്താവിന്റെ പറയുന്നത്, നീ നാട്ടിൽ പോയാൽ കുട്ടികളെ നിനക്ക് അവിടെ പഠിപ്പിക്കാം, എനിക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും, എന്റെ വസ്ത്രം ആര് വാഷ് ചെയ്ത് തരും എന്നതാണ്. ശരിയാണ്, അയാൾക്ക് ഭക്ഷണം വേണം. കാരണം അയാൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി സ്ട്രെസ് ഉള്ളതാണ്. അപ്പൊ ഭക്ഷണം സമയത്തിന് കിട്ടണം, വസ്ത്രം അലക്കി കിട്ടണം, അങ്ങനത്തെ ഒരുപാട് ആവശ്യം അയാൾക്കുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടതാണ്. അത് ഇത്രയും കാലം ഭാര്യ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. നാട്ടിൽ പ്രയാസപ്പെടുന്നത് ഭാര്യയുടെ ഉപ്പയും ഉമ്മയാണ്. അത് സ്വന്തം ഉപ്പയും ഉമ്മയും തന്നെയാണെന്ന് ഇയാൾ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കി ഇയാൾ ഒരു വിശാലത കാണിക്കാൻ സന്നദ്ധനായാൽ, അയാൾ ആ ഭാര്യക്ക് കുറച്ചു കാലമെങ്കിലും വീട്ടിൽ വന്ന് നിന്ന് ഉപ്പയും ഉമ്മയും നോക്കാം. ഭക്ഷണത്തിനും വസ്ത്രത്തിനുമോ അതിന് ഉപ്പയും ഉമ്മയെയും പരിചരിക്കുക പ്രധാനമാണ് എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങുന്ന ആ നിമിഷം, പ്രത്യേകിച്ചും വിദേശത്ത് ഭക്ഷണത്തിന്റെ ലഭ്യതക്കോ വസ്ത്രം അലക്കി അയൺ ചെയ്യുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷെ ഇത് എന്റെ ഭാര്യ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവ് സഹോദരിയുടെ വീട്ടിൽ പോയി കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ഒരു ഭാര്യയുടെ പരാതി. അയാൾ എന്റെ ഭർത്താവ് മാത്രമല്ല, അയാൾ ഒരു സഹോദരൻ കൂടിയാണ്. ഞാൻ എന്റെ ഭർത്താവായി വരുന്നതിന് മുമ്പേ അയാൾ അവളുടെ സഹോദരനാണ് എന്ന് ഇവള് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നമില്ലാതെയാണ്. അപ്പൊ ഈ പൊസസീവ്നെസ് പല തലത്തിൽ അത് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് വരുന്നതാണ് വ്യക്തികളുടെ വാശികളും ഈഗോകളും. ഈഗോ എന്നത് ഇന്നത്തെ വലിയ ഒരു രോഗമാണ്. മിക്ക കുടുംബ പ്രശ്നങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊരു 50-60% പ്രശ്നങ്ങളുടെയും കാരണം ഈഗോ ക്ലാഷുകളാണ്. കുടുംബ പ്രശ്നം എന്നതിന് പറയാൻ പറ്റില്ല, ഈഗോ ക്ലാഷ് എന്നാണ് പറയേണ്ടത്. ഈ ഈഗോകളെ ബലി കൊടുക്കുക. നമ്മൾ അവരൊക്കെ ഒതുകിയത്തറക്കുന്നവരായിരിക്കും. അതാണ് രസം. ഒതുകിയത്തറക്കാൻ ഒരു മടിയില്ലാത്ത ആളുകൾ ഈഗോയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കുടുംബ വഴക്കുമായിട്ട് ജീവിക്കും. ഏറ്റവും വലിയ ബലി എന്ന് പറഞ്ഞത് ഈഗോയെ ബലിയിറക്കലാണ്. അവനവന്റെ സ്വാർത്ഥതകളെ വാശികളെ ഒക്കെ ബലി കഴിച്ചുകൊണ്ട് മാത്രമേ ഒരു കുടുംബജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ്. പരസ്പരം മനസ്സിലാക്കാതിരിക്കുക, മുൻഗണന നൽകാതിരിക്കുക, ഇത് രണ്ടും പ്രധാനമാണ്. പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്പരം അറിയലല്ല, പരസ്പരം മനസ്സിലാക്കൽ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരിക്കൽ വിശദീകരിക്കാം. പരസ്പരം അറിയലും പരസ്പരം മനസ്സിലാക്കലും രണ്ട് കാര്യമാണ്. നമുക്കൊക്കെ പരസ്പരം അറിയും, പക്ഷെ നമ്മൾ പരസ്പരം
മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് ദാമ്പത്യത്തിന്റെ ഒരു അടിസ്ഥാനമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ മുൻഗണനകൾ. പിന്നെ മറ്റൊരു കാര്യം, രക്ഷിതാക്കളുടെ അമിതമായ നിയന്ത്രണങ്ങൾ. ചില വീടുകളിലൊക്കെ ഉമ്മമാർ തെറ്റായ രീതിയിൽ മക്കളുടെ ബന്ധങ്ങളിൽ ഇടപെടും. മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉമ്മമാരുടെ തെറ്റായ ഇടപെടലുകൾ ഉണ്ടാവും. ഉപ്പമാരധികം അതിന് പോകാറില്ല, പക്ഷെ ഉമ്മമാർ ചിലപ്പോൾ അമിതമായ രീതിയിൽ അത് ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകും. ചില ഡിവോഴ്സുകൾക്ക് കാരണമാകുന്നത് പെൺകുട്ടികളുടെ ഉമ്മമാരാകുന്ന അവസ്ഥ പോലും സംഭവിക്കാറുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ അവരുടെ റോൾ കൃത്യമായി നിർവഹിക്കാത്ത സാഹചര്യം ഉണ്ടാവും. ഇത്തരം, അതായത് ഉമ്മമാരധികം ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാർ അവരുടെ റോൾ കൃത്യമായി നിർവഹിക്കാതെ വരും. ധൈര്യമില്ലാത്ത ഭർത്താക്കന്മാർ, കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലാത്ത ഭർത്താക്കന്മാർ, ഇതൊരു ഭാഗത്ത്. അതുപോലെ തന്നെ പല കുടുംബ പ്രശ്നങ്ങളുടെയും ഒരു കാരണം സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കാൻ സന്നദ്ധനല്ല എന്നതാണ്. ഇത് കൂടുതൽ സംഭവിക്കാറുള്ളത് സ്ത്രീകളുടെ കാര്യത്തിലാണ്. സ്ത്രീകളെ വീട്ടുപകരണങ്ങൾ മാത്രമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം പല വീടുകളിലും നിലനിൽക്കുന്നുണ്ട്. വീട്ടുപകരണങ്ങൾ, തൊഴിലുപകരണങ്ങൾ മാത്രമാക്കി മാറ്റുക. അതിന് നേർവിരുദ്ധമായി പുരുഷന്മാരെ പണത്തിന്റെ ഉപകരണം മാത്രമാക്കി മാറ്റുക. ATM മെഷീൻ പോലെയാണ് പല പുരുഷന്മാരെയും വീട്ടുകാർ കാണുന്നത്. ചില ചെറുപ്പക്കാരൊക്കെ ഒരു പക്ഷേ വിദ്യാഭ്യാസമൊക്കെ പാതി വഴിയിൽ വിട്ട് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. അവരോട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അവരതിന്റെ ദയനീയമായ അവസ്ഥകൾ പറയാറുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന അന്ന് മുതൽ ആരംഭിക്കും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ. കാലാകാലവും അവർ ഒരു കറവ പശുവിനെ പോലെ, ഒരു ATM കൗണ്ടറിനെ പോലെ. ഇതെന്താ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ, ഇതെങ്ങനെ കിട്ടുന്നു എന്നും അതിന്റെ പേരിൽ എന്തൊക്കെ സഹിക്കുന്നു എന്നും ജീവിതകാലം അവരെന്തൊക്കെ അനുഭവിക്കുന്നു എന്നുമുള്ള ചിന്തകളെ ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങൾ. പിന്നെ ഇതിന്റെ കുടുംബ പ്രശ്നങ്ങളുടെ മൂലമായ മറ്റൊരു കാരണമാണ് നമ്മുടെ നാവ്. നെഗറ്റീവ് വർത്തമാനങ്ങൾ, ഉദ്ധരണികൾ, അനാവശ്യമായ സംസാരങ്ങൾ. പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണം നാവാണ് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഖുർആനിൽ കുടുംബത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു നരകമോചനത്തിന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. കുടുംബത്തെയും നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. പക്ഷെ ഈ ദുനിയാവിൽ തന്നെ ദുനിയാവിലെ കുടുംബജീവിതം തന്നെ നരകജീവിതം പോലെ ആയിത്തീരുകയാണെങ്കിൽ എന്താ ചെയ്യുക? അത് ഇത്തരം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. ചില കുടുംബങ്ങളുണ്ട്, അവര് ആദ്യകാലത്തൊക്കെ ഭയങ്കര സ്നേഹബന്ധമായിരിക്കും. ആദ്യത്തെ ഒരു 2 വർഷം 3 വർഷം 4 വർഷം 5 10 വർഷം വരെ അങ്ങനെ പോകും. പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. ആ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ അതങ്ങനെ നീണ്ടു പോകും. ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളിലാണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? അതിന് ഒരുപാട് വഴികളുണ്ട്. ഒരു പ്രസംഗം കൊണ്ടോ, ഒരു ഖുതുബ കൊണ്ടോ, ഒരു ലേഖനം എഴുതിയത് കൊണ്ടോ, ഒരു വർത്തമാനം കൊണ്ടോ ഒന്നും തീരുന്നതല്ല. നമ്മളുടെ എല്ലാം മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുക, നമ്മുടെ കാഴ്ചപ്പാടുകളിലും സമീപന രീതികളിലും നമ്മൾ മാറ്റം വരുത്തുക എന്നതാണ് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ വഴി. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറെ പരാതികൾ ഉണ്ടാകും. ഒരുപക്ഷെ പ്രശ്നങ്ങളുടെ കാരണവും അവരുടെ സമീപനങ്ങളായിരിക്കും. പക്ഷെ അവരെ നമുക്ക് ഒരുപാട് മാറ്റാൻ പറ്റണമെന്നില്ല. അവർ മാറണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറേണ്ടി വരും. നമ്മൾ മാറുമ്പോഴേ അവർ മാറുള്ളൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നത് വലിയ ഒരു മനഃശാസ്ത്ര വിശകലനവും കൂടിയാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. വലിയൊരു മനഃശാസ്ത്രം അതിലുണ്ട്. സ്വയം മാറാതെ അല്ലാഹു ആരെയും മാറ്റൂല. അതുപോലെ തന്നെയാണ് മറ്റൊരാളെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം മാറി അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കണം എന്നതാണ്. അപ്പൊ അയാൾ നമ്മുടെ വഴിയിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തേക്ക് ഇറങ്ങി നിൽക്കുക, അയാളും അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. അപ്പം സമീപനങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റുക എന്നതാണ് ഇതിന്റെ പരിഹാരങ്ങളിൽ ആദ്യത്തേത്. അതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, എന്റെ ജീവിതം അത് ഒറ്റക്കൊരു ജീവിതമല്ല. ഞാൻ ഒറ്റക്കൊരു ജീവിതം നയിക്കുന്നവനല്ല. നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്ന് എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആണ് എപ്പോഴും എഴുതേണ്ടത്. ഞാൻ, അല്ലെ? പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞാൻ ഒറ്റക്കൊരു ജീവിതമല്ല. ആണോ? നമ്മളില്ലാത്തൊരു കാലം കടന്നു പോയിട്ടില്ലേ? നമ്മളിപ്പോ ഭയങ്കരമായി ഞാനാണ്,
അവളെന്താ എന്റെ വഴിക്ക് വരാത്തത്, ഞാനാണ്, അദ്ദേഹം എന്താ എന്റെ ഭർത്താവല്ലേ എന്റെ വഴിക്ക് വരാത്തത് എന്ന് ചോദ്യം ചോദിക്കുന്ന രണ്ടുപേരും മനസ്സിലാക്കണം. ഞാനല്ലാത്ത ഒരു കാലം കടന്നുപോയിട്ടുണ്ട്, നമ്മൾ ഇല്ലാത്ത ഒരു കാലം കടന്നുപോയിട്ടുണ്ട്. ഹല്ലത്താ അലൽ ഇൻസാനി ഹിനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു 51 കൊല്ലം മുമ്പ്, 71 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ? നിങ്ങളെ വയസ്സിന്റെ ഒരു വർഷം മുമ്പ് കൂട്ടി നോക്കുക, അതിനു മുമ്പ് ഇല്ല. ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് ഇല്ല. നമ്മൾ തുടച്ചു കളയുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്ന ഒരു കാലം നമുക്ക് കടന്നുപോയിട്ടുണ്ട്, അല്ലെ? അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. പിന്നെയോ ഗർഭം, എന്തെല്ലാം പരിചരണം ആരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കങ്ങ് ഉണ്ടായതാ? പ്രസവം നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ഒരാളുടെ കയ്യിലേക്കാണ് വരുന്നത്. ഒരാൾ കയ്യിൽ നമ്മളെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളില്ല. അത്രയും നിസ്സാരത. നമ്മൾ പ്രസവിക്കപ്പെട്ട ഉടനെ എഴുന്നേറ്റ് നടന്ന പശുക്കുട്ടിയും പിന്നെ കങ്കാരും ഒക്കെ എഴുന്നേറ്റ് നടക്കുന്ന പോലെ ഇല്ല. പിന്നെയോ നമ്മൾ പ്രസവിക്കപ്പെട്ടു, നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ടു, ഭക്ഷണം തന്നു, നമ്മൾ മലമൂത്ര വിസർജനം ചെയ്താൽ അത് തുടക്കാൻ പോലും നമുക്ക് കഴിയില്ല. എല്ലാം ചെയ്തു തന്ന് നമ്മളെ വളരുന്ന ഒരു ഘട്ടം നോക്ക് നിങ്ങൾ. പിടിച്ചു നടക്കുന്ന ഘട്ടം, ആരൊക്കെ കൈപിടിച്ചു എന്നിട്ടാണ് നടന്നത്, എത്ര തവണ വീണിട്ടുണ്ട്, എവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, എന്തൊക്കെ മുറിവായിട്ടുണ്ട്, അല്ലെ? അപ്പൊ ദുർബലനാണ്, പരാശ്രയനാണ്. മറ്റൊന്നിൽ നിന്നുണ്ടായതാണ് നമ്മൾ സ്വയം ഉണ്ടായതല്ല. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നമ്മൾ വേറൊന്നിൽ നിന്ന് അല്ല ഉണ്ടാക്കിയതാണ്. അപ്പൊ പരാശ്രയമായ ഒരു ജീവിതമാണ് മനുഷ്യന്റേത്. അത് അവിടെ മാത്രമല്ല, അത് ജനനത്തിൽ പിന്നീടുള്ള വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും അങ്ങനെയാണ്. പക്ഷേ മനുഷ്യൻ വളർന്ന് ആരോഗ്യമൊക്കെ വെച്ചു, സ്വയം ജീവിക്കാനായി, സമ്പത്തൊക്കെ കയ്യിൽ വന്നു, സ്ഥാനവും പദവികളും ഒക്കെ വന്ന അപ്പൊ മനുഷ്യന് തോന്നുകയാണ്, ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി വിട്ടുവീഴ്ചയൊന്നും ചെയ്യില്ല, നിന്നു കൊടുക്കൂല, ഞാനാണ് എന്ന് പിന്നെയാണ് മനുഷ്യന് തോന്നുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്യും? വനസിയ, അവന്റെ തന്നെ ഭൂതകാലം മറന്നുപോയി. 40 വയസ്സായ ഒരാള് 40 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ 35 കൊല്ലം മുമ്പുള്ള അവന്റെ അവസ്ഥ അവൻ തന്നെ മറന്നുപോയി. ഇത് മറക്കാൻ പാടില്ല. ഞാൻ ഒറ്റക്കൊരു ജീവിതമല്ല. 2, നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും ഇത് ശാശ്വതമല്ല. നിങ്ങളുടെ കാലിന്റെ ലെഗ്മെന്റ് ഒന്ന് തെറ്റിയാൽ എന്താ സംഭവിക്കുക? പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, ഒരു വടി വേണം, അല്ലെങ്കിൽ ഒരാൾ താങ്ങി പിടിക്കണം, അല്ലെ? അത്രേ ഉള്ളൂ. കൈയൊന്ന് ഉളുക്കി, ഷോൾഡറിൽ ഒരു പെയിൻ വന്നു, നമുക്കിത് അപ്പുറത്തേക്ക് കൈ കൊണ്ടുപോകാൻ പറ്റൂല, അവിടെ തീർന്ന്. പിന്നെ പലതിനും പലരുടെയും സഹായം വേണം. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. സ്വാധീനമുള്ളത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാ? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു സമ്പന്നനോട്, നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണേ, നിന്റെ കയ്യിലുള്ള പൈസയുടെ പാതിയും കൊടുക്കണം, നീ എന്താ ചെയ്യാ? വേറെ വെള്ളം കിട്ടാൻ നിനക്ക് വഴിയില്ല, ഞാൻ അത് പാതി കൊടുത്തിട്ട് ആ വെള്ളം വാങ്ങാം, കുടിക്കും. പിന്നെ നിനക്ക് മൂത്രമൊഴിക്കണം, നിന്റെ കയ്യിലുള്ള ബാക്കി പാതി പൈസയും കൂടെ കൊടുത്താലേ പിന്നെ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീ എന്താ ചെയ്യാ? ഞാൻ ആ പാതി കൊടുത്തിട്ട് മൂത്രമൊഴിക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കൊക്കെ ഇപ്പം കിഡ്നിയും മറ്റും രോഗങ്ങളും ധാരാളം വരുന്ന ഒരു കാലം. മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായ അവിടെ തീർന്ന് മനുഷ്യന്റെ അവസ്ഥ. ജീവിതം നിശ്ചലമാവുകയാണ്. പിന്നെ ഓപ്പറേഷൻ അല്ലെങ്കിൽ രോഗം, ചികിത്സ, ഡയഗ്നോസിസ്, അങ്ങനെ പോകുന്ന ഒരു കാലം. അപ്പം ഈ ആരോഗ്യവും ഈ സമ്പത്തും ഒന്നും ശാശ്വതമല്ല എന്ന ചിന്ത ശരിക്കും നമുക്കുണ്ടാവണം. ഇത് നമ്മെ വിശാല മനസ്സുള്ള മനുഷ്യനാക്കി മാറ്റും, വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യനാക്കി മാറ്റും, വിനയമുള്ള മനുഷ്യനാക്കി മാറ്റും. ഇതാണ് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാനുള്ള 2ാമത്തെ അടിത്തറ. 3ാമത്തെ അടിത്തറ എന്ന് പറയുന്നത് തന്റെ ഇണയായി വരുന്ന ആൾ തന്റെ ഭാഗമാണ്, തന്റെ ചീന്താണ് എന്ന് മനസ്സിലാക്കുക. അനിതാവു ഷഖായിഖുർ റിജാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പുരുഷന്റെ ചീന്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ 2 പീസാക്കി എടുത്താൽ ഒരു ചീന്തും ഇപ്പുറത്തൊരു ചീന്തി എടുത്തത്. ഇപ്പൊ രണ്ടും ചേരുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അന്നിസാഉ ഷഖായിഖുർ റിജാൽ. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ചീന്താണ്. അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ചീന്താണ്, ഒരു ഭാഗമാണ്. ഇതിനാണ് ഇണ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഭർത്താവ് എന്റെ പാതിയാണ്, എന്റെ ഭാര്യ എന്റെ പാതിയാണ് അല്ലേ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ ഇണ നിങ്ങളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരാളാണ്.
അപ്പൊ നിങ്ങളുടെ ഭാഗമാണിത്. അങ്ങനെ ട്രീറ്റ് ചെയ്യണം ഭർത്താവിനെ, അങ്ങനെ ട്രീറ്റ് ചെയ്യണം ഭാര്യയെ. ഭാര്യ ഒരു ശത്രുവാണ്. ഇവിടെ അടുത്തൊരു വിവാഹ കുത്തുബ കഴിഞ്ഞ് എന്തോ ഒരു സംസാരത്തിനിടക്ക് ആ വീട്ടിലെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്ന ഒരു പരിഗണന തന്നെ എൻ്റെ ഭർത്താവിന് വർഷങ്ങളായിട്ടില്ല. അത് തിരിച്ചു പറയുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അപ്പൊ ഇതെന്റെ ഭാര്യയാണ് എന്ന ഒരു പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവിടെ കുറെ പ്രശ്നങ്ങൾ അങ്ങോട്ട് അവസാനിക്കും. കാരണം ഈ പാതിയിൽ നിൽക്കുന്നത് ഈഗോയാണ്, പാതിയിൽ നിൽക്കുന്നത് സ്വാർത്ഥതയാണ്, പാതിയിൽ നിൽക്കുന്നത് കുറെ കുരുഷ്ടാണ്. അപ്പൊ എന്റെ ഭർത്താവിനെ ഇവിടേക്ക് കയറ്റി വെച്ചാൽ, എന്റെ ഭാര്യ ഇവിടേക്ക് കയറ്റി വെച്ചാൽ ആ കുരുട്ടും ആ സ്വാർത്ഥതയും ആ പൊസസീവ്നെസ്സും ഒക്കെ പുറത്തു പോകും. അപ്പം ഇത് എന്റെ ഇണ, എന്റെ ഭാഗമാണ്, എന്റെ ചീന്താണ് എന്നത് നല്ല ബോധമുണ്ടാവുക. നാലാമത്തേത് ഉദാരത എന്ന മൂല്യമുണ്ട്. അത് അള്ളാഹുവിലേക്ക് ചേർത്തു വെച്ച മൂല്യമാണ്. ഉദാരത. മനുഷ്യൻ വലിയ ഉദാരനാവണം. അത് പൈസ കൊടുക്കുന്നതിലല്ല, പിന്നെയോ മനസ്സ് കൊടുക്കുന്നതിലാണ്, സ്നേഹം കൊടുക്കുന്നതിലാണ്, അനുകമ്പ കൊടുക്കുന്നതിലാണ്. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിലെ ഉദാരതകൾ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാരമായ നിലപാട് ഭാര്യയും എടുക്കണം, ഭർത്താവും എടുക്കണം. അപ്പോൾ പ്രശ്നങ്ങൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകും. ഈ 4 അടിത്തറകളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെ നമ്മൾ കാണാൻ. നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു പൊതുപ്രതലത്തിലേക്ക് ഇറങ്ങി വരിക എന്നതാണ് ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം. അവിടെ കൂടിച്ചേരലാണ്. ഞാനെന്ന വ്യക്തി മറ്റൊരാളോട് കൂടിച്ചേരുന്നതിനെയാണ് കുടുംബം എന്ന് പറയുന്നത്. അത് നിലനിൽക്കണമെങ്കിൽ ഈ 4 അടിത്തറകളും ഇതുപോലെയുള്ള മറ്റു ഘടകങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല സ്നേഹമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള കുടുംബജീവിതം നയിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.